ക്ഷേമ പെൻഷൻ കടമെടുക്കൽ എതിർത്ത് സഹകരണ സംഘങ്ങൾ. ഇന്നത്തെ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണിത്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. കോടതിയെ സമീപിക്കാനും ആലോചന. പെൻഷൻകാർക്ക് 1 മാസം വൈകി DA വർധന. പ്രതിഷേധം. കണ്ടെത്തൽ കുടുംബത്തിന്റെ സ്വന്തം മാധ്യമ മുത്തശ്ശിയുടെ കണ്ടെത്തലുകളാണ് ഇതൊക്കെ. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് വെച്ച ആശയങ്ങളും പദ്ധതികളും LDF സർക്കാർ നടപ്പാക്കുന്ന ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചൊറിക്കുത്തുകളുമായി ഇവർ രംഗത്തെത്താറുണ്ട്. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ അപ്രത്യക്ഷമാകാറുമുണ്ട്. എന്നാൽ 62 ലക്ഷം ജനങ്ങളുടെ അത്താണിയാകുന്ന ക്ഷേമ പെൻഷൻ വർധനവ് ഇവർക്ക് ഇത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് കരുതിയില്ല. നവംബറിൽ 3600 രൂപ പെൻഷൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനത്തിന്റെ കൂടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു DA അനുവദിച്ചത് മറ്റൊരടിയായി. അതിന്റെ കൂടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം കൂടിയായപ്പോ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയായി. ഈ ആഘാതത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അതിന്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പടച്ചുവിടുന്ന മനോരമാദികൾ 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥയും പെൻഷൻ ചരിത്രവും ഒന്ന് പഠിക്കുന്നത് നന്നാവും. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിൽ കോൺഗ്രസ് സർക്കാരുകൾ എന്ത് ചെയ്തു, ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു എന്നുകൂടി പ്രിയപ്പെട്ട വായനക്കാർക്ക് കാട്ടിക്കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി. എന്നിട്ടാവാം സർക്കാരിന്റെ ഖജനാവിന്റെ കണക്കെടുപ്പ്.